മണിച്ചിത്രത്താഴ് ഇറങ്ങി 9 ദിവസങ്ങൾ പിന്നിടുകയാണ്. അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പുറത്തേക്കുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ആദ്യ വാരം സിനിമ നേടിയത് 3 കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ്. മണിച്ചിത്രത്താഴ് GCC UAEയിൽ റിലീസ് ചെയ്ത് 2 ദിവസത്തെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളും പുറത്തു വന്നിരിക്കുന്നു. 3200ഓളം കാണികളാണ് UAE GCCയിൽ ഈ ഒരു സിനിമ കണ്ടിരിക്കുന്നത്. അതായത് മണിച്ചിത്രത്താഴ് 4Kയിൽ റീമാസ്റ്റർ ചെയ്ത് ഇറങ്ങിയപ്പോൾ കണ്ട ആളുകളാണ്. മൊത്തമായി ഗ്രോസ് വന്നിരിക്കുന്നത് ഏകദേശം 27 ലക്ഷത്തോളം രൂപയാണ്. ഗില്ലി 4Kയിൽ ഇറങ്ങിയേക്കുന്നതിനേക്കാൾ കൂടുതൽ കളക്ഷൻ GCC രാജ്യങ്ങളിൽ നിന്ന് ഈ സിനിമ നേടിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത സന്തോഷത്തോടെ നമുക്ക് കാണാൻ കഴിയുന്നു. തൊട്ട് പിന്നിലായിരിക്കാം ഒരുപക്ഷെ ദേവദൂതൻ എന്ന സിനിമയുടെ, പക്ഷേ സ്ഫടികവും ദേവദൂതനും ഒക്കെ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു കാര്യം, അത് കൂടുതലും മോഹൻലാൽ ഫാൻസിനെയാണ് ഇഷ്ടപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ന് മണിച്ചിത്രത്താഴ് ഇറങ്ങുമ്പോൾ അങ്ങനെ മോഹൻലാൽ ഫാൻസ് അല്ല ഈ സിനിമ കാണാൻ കയറുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ സിനിമ കണ്ട ആളുകൾ മാത്രമല്ല, ഈ ഒരു സിനിമ പലപ്പോഴായി നമ്മൾ തിയേറ്ററുകളിലല്ലാതെ നമ്മളുടെ TV ചാനലുകളിലുമൊക്കെയായി എണ്ണം പറയാൻ പറ്റാത്ത തരത്തിൽ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട്. 50ഉം 60ഉം 70ഉം പ്രാവശ്യമല്ല, എപ്പോഴൊക്കെ ഈ സിനിമ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ TV-യുടെ മുന്നിൽ കുത്തിയിരുന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സിനിമ അത്രത്തോളം മലയാളികൾക്ക് പ്രിയങ്കരമാണ്. ഇതേപോലെയുള്ള വിരലെണ്ണാവുന്ന സിനിമകൾ മാത്രമേ ഉള്ളൂ താരത്തിന് മുകളിൽ നിൽക്കുന്ന സിനിമകൾ എന്നുള്ളത്. അങ്ങനെ ഒരു എക്സാമ്പിളാണ് CBI ഡയറക്ടർക്കുറിപ്പ് അല്ലെങ്കിൽ CBI സീരീസിലുള്ള സിനിമ. അതുപോലെ തന്നെ മോഹൻലാലിലും വരുന്ന മണിച്ചിത്രത്താഴ് ആ റേഞ്ചിലാണ് ആളുകൾ കാണുന്നത്. ഒരു മോഹൻലാൽ ചിത്രമായിട്ടല്ല ജനങ്ങൾ ഇതിനെ സ്വീകരിക്കുന്നത്. ഇന്ന് 9ാം ദിവസവും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ തന്നെയാണ്. ഞായറാഴ്ച ഏകദേശം 20 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും സിനിമയുടെ കളക്ഷൻ. ഒരുപക്ഷെ 25 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് പോകുമെന്നുള്ളതാണ്. ഫാസിൽ അണിയിച്ചൊരുക്കിയ ശോഭന, മോഹൻലാൽ, സുരേഷ് ഗോപി തുടങ്ങി വലിയ താരനിരയോട് കൂടി വന്ന ഈ ഒരു ചിത്രം മലയാളികൾ വീണ്ടും ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയാണ്. അന്ന് കണ്ടവരും അന്ന് കാണാത്തവരുമൊക്കെ ഒരു കൗതുകത്തോടു കൂടി തന്നെ ഈ സിനിമ തിയേറ്ററിലേക്ക് കാണാൻ എത്തുന്നു എന്നുള്ള മഹത്തായ കാര്യമാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. ഒരുപാട് വമ്പൻ റിലീസുകളും മികച്ച സിനിമകളുമുള്ള സമയത്ത് ഒരു റിലീസ് സിനിമയ്ക്ക് മികച്ച അഭിപ്രായം തന്നെ ലഭിക്കുകയാണ്. ദേവദൂതൻ ഒരു പരാജയ ചിത്രമായി വന്ന് റെക്കോർഡാണ് തൂക്കിയതെങ്കിൽ സ്ഫടികം ഒരു വമ്പൻ വിജയമായിട്ട് വന്ന് ആദ്യമായി മലയാളികളെ, അല്ലെങ്കിൽ 2015 ശേഷമൊക്കെ ഒരു റിലീസ് സിനിമ വരുന്നത് ആദ്യമായിട്ടാണ് എന്നുള്ളതാണ്. അതൊരു വിസ്മയമായിരുന്നു. പക്ഷേ 1-2 സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അത്ര കൗതുകമല്ലാത്ത മറ്റൊരു റിലീസ് തന്നെയാണ് മണിച്ചിത്രത്താഴ് കൊണ്ടുവന്നത്. പക്ഷേ ഒരു കാര്യം പറയാം, ഈ സിനിമ എപ്പോഴൊക്കെ ഇറങ്ങിയാലും ജനങ്ങൾ കാണാനുണ്ടാകുമെന്നുള്ളതാണ്. കാത്തിരിക്കാം. ഇതിൻ്റെ ഫൈനൽ റിപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ 10 കോടിക്ക് മുകളിൽ വരുമെന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകം തന്നെ സിനിമ 4 കോടിക്ക് അടുത്ത് എത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയുമുണ്ട്. എന്തായാലും കാത്തിരിക്കാം. നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടത്? ഈ അടുത്തായിട്ടുള്ള ഒന്ന് കാര്യങ്ങളിലൂടെ പറയാം. 4Kയിൽ വന്നപ്പോൾ പണ്ട് നമ്മൾ സിനിമ തിയേറ്ററിൽ കണ്ടവരാണെങ്കിൽ അതിൽ നിന്നുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള പറയാം. മലയാളത്തിൽ ഏകദേശം 250-300 ദിവസങ്ങൾക്ക് മുകളിൽ ഓടിയ ചിത്രമാണ് മണിച്ചിത്രത്താഴ്. ഫാസിലിൻ്റെ ഡയറക്ഷനിൽ വന്നുവെങ്കിൽ, അല്ലെങ്കിൽ അപ്പച്ചൻ നിർമ്മിച്ചുവെങ്കിലും, ഇതിനകത്ത് നമുക്ക് എടുത്തു പറയാനുള്ളത് ഫാസിൽ മാത്രമല്ല, മലയാളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ സംവിധായകരും കൈവച്ചിട്ടുള്ള സിനിമ തന്നെയാണ്. പല ഡിവിഷനായിട്ടാണ്. കോമഡിക്ക് വേണ്ടി സിദ്ദിഖ് ലാലും അതേപോലെ തന്നെ പലരും ഇതിനകത്തിൽ വർക്ക് ചെയ്തിരുന്നു. ഒരേ സമയം പല സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തിരുന്ന സിനിമ തന്നെയാണ്. ഏറിയ പങ്കും എറണാകുളത്തുള്ള ഹിൽ പാലസ് മ്യൂസിയം തന്നെയാണ് സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായി വന്നിരുന്നത്. മധു മുട്ടത്തിൻ്റെ തിരക്കഥയിൽ വന്ന ഈ ഒരു ചിത്രം യഥാർത്ഥമായിട്ടും ആലപ്പുഴ ഹരിപ്പാടിലുള്ള ഒരു കഥയെ ആസ്പദമാക്കി തന്നെയാണ്. മേടയിൽ എന്ന തറവാടിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമാറ്റിക് വെർഷനിലേക്ക് മാറ്റിക്കൊണ്ടുവന്ന സിനിമ തന്നെയാണ്. എന്തായാലും ഈ കാറ്റഗറിയിൽ വന്ന ഏറ്റവും മികച്ച സിനിമയാണ് മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ പട്ടികയിലും. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയെന്ന് കാണാം. കാരണം ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ നമുക്ക് വല്ലപ്പോഴുമൊക്കെ കിട്ടുന്നതാണ് ഒരു റിലീസിലൂടെ. പ്രത്യേകിച്ച് 4Kയിൽ വരുമ്പോൾ അതൊരു വല്ലാത്ത അനുഭവം തന്നെയായിരിക്കും. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അതല്ല, പണ്ട് തിയേറ്ററിൽ കണ്ടിട്ട് ഇപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ നിങ്ങളുടെ നൊസ്റ്റാൾജിയൊക്കെ ഒന്ന് പറയാം. ലാൽ സലാം.